കാണക്കാരി ജെസ്സി കൊലപാതകത്തിൽ നിർണായക തെളിവാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ സ്കൂബ ടീമാണ് ജെസ്സിയുടെ മൊബൈൽ ഫോൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപമുള്ള കുളത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ നമുക്ക് ചേരുകയാണ്. നിങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണോ? ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരല്ല, അവരുടെ ഒരു വാളണ്ടിയർമാരാണ് ഞങ്ങൾ ടീം എമർജൻസി ടീമാണ്. ഈരാറ്റുപേട്ട യൂണിറ്റിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ടീം എമർജൻസിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധന. ടീം എമർജൻസിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ. എന്നോടൊപ്പമുള്ള എൻ്റെ ചങ്കുകളാണ് ഈ നിൽക്കുന്നത്. മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൂടെയാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. ഒരു അരമണിക്കൂറോളം നമ്മളതിൻ്റെ സെർച്ചിങ് എല്ലാം നമുക്ക് അവിടെ പോയി സേഫ്റ്റി ആയിട്ട് തപ്പാനുള്ള സൗകര്യങ്ങളും ചെളിയുണ്ടോയെന്നും എന്തോരം ദത്തുണ്ടെന്നൊക്കെ നമ്മൾ മോളിൽ വന്ന് നമ്മുടെ സഹപ്രവർത്തകരോട് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെർച്ചിങ് തുടങ്ങുള്ളൂ. എത്ര സിമ്പിളാണെങ്കിലും ചുമ്മാ അങ്ങനെ തപ്പാറങ്ങിയാല. മോളിൽ വന്ന് നല്ല കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, പിന്നെ നല്ല തണുപ്പാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് ചെവിക്കല്ല് പൊട്ടിയിട്ടുണ്ടെന്ന് ഡൗട്ടുണ്ട്. കാരണം ചെറിയൊരു വേദനയുണ്ട് നല്ലപോലെ. വലിയ ആഴമുണ്ട്. നല്ല ഒരു ഏകദേശം 30 എന്നൊക്കെയാണ് പറഞ്ഞിരുന്നു. 30 അല്ല, ഒരു 60 അടി താഴ്ചയുടെ മുകളിലുണ്ടെന്നാണ്. ചേറുണ്ടായിരുന്നു. നല്ല ചെളിയുണ്ട്. ഈ മരത്തിൻ്റെ കമ്പെല്ലാം അടി കിടപ്പുണ്ട്. ഇത് കണ്ടെത്തുക എന്നുള്ള വലിയ ഒരു വെല്ലുവിളിയല്ലായിരുന്നു? തീർച്ചയായിട്ടും നമുക്ക് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതേപോലത്തെ ആൾക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് കൂടി തെളിവെല്ലാം കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കേസാണ് അപ്പോൾ ചെയ്തിരിക്കുന്നത്. എങ്കിലും തെളിവ് പോലീസിന് തൊണ്ടി മുതലാണല്ലോ. അപ്പം കേരള പോലീസ് എല്ലാ കേസും ഞങ്ങൾ വിളിക്കും. ഇന്ന് തന്നെ പാലായിൽ ഞങ്ങൾ രാവിലെ ഒരു സെർച്ചിങ് കഴിഞ്ഞാണ് വന്നത്. മിനിഞ്ഞാന്ന് ഒരാൾ 19-ാം തീയതി പാലായിൽ ഒരാളെ കൊന്നതിൻ്റെ മൊബൈൽ ഇന്ന് അതിൻ്റെ തെളിവിന് വേണ്ടി രാവിലെ തപ്പിയിരുന്നു. പിന്നെ ഇവിടെ സാറന്മാർ വിളിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഇനി അത് ഞാൻ അവിടെയും പോയി തപ്പും. എന്തായാലും ടീം എമർജൻസിയുടെ ഇടപെടൽ ഈ കേസിൽ നിർണായകമായി മാറിയിരിക്കുകയാണ്. അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.